ഇന്ന് നമ്മൾ വാർത്താ ദിവസം തുടങ്ങുന്നത് വിഴിഞ്ഞത്ത് നിന്നാണ്. നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വിഴിഞ്ഞത്തേക്ക് കപ്പൽ ഇന്നെത്തും, പക്ഷെ നാളെയാണ് ഔദ്യോഗിക സ്വീകരണം. ആ കപ്പലിൽ ഏകദേശം 2000-ഓളം കണ്ടെയ്നറുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കണ്ടെയ്നറുകൾ നിറയെ നമ്മുടെ സ്വപ്നങ്ങളാണ്, വികസനത്തിലേക്കുള്ള നമ്മുടെ ചിന്തകളാണ്. കേരളത്തിൻ്റെ വികസന വഴികളിൽ പുതിയ വെളിച്ചം തെളിയുകയാണ് വിഴിഞ്ഞത്തിലൂടെ. നമുക്ക് വിഴിഞ്ഞത്തിൻ്റെ വിശദമായ കാഴ്ചകളിലേക്ക് തന്നെ പോകാം. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകും. സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കൂറ്റൻ കപ്പൽ വിഴിഞ്ഞത്തിന്റെ പുറം കടലിൽ എത്തിയിരിക്കുകയാണ്. അതിന് ഈ തുറമുഖത്തിലേക്ക് വരും. നാളെ ഔദ്യോഗിക സ്വീകരണം നൽകും. അങ്ങനെ നമ്മൾ പുതിയൊരു ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. വിജിൻ വിഴിഞ്ഞത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. വിഴിഞ്ഞത്തിന്റെ സമഗ്ര വാർത്തകളുമായി, കപ്പൽ വരുന്നതിന്റെ കാഴ്ചകളുമായി. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു, നല്ലൊരു ഗുഡ് മോർണിംഗ്. വിജിൻ, വിഴിഞ്ഞത്തിലൂടെ നമ്മൾ പുതിയൊരു വികസന വഴി വെട്ടുകയാണ്. വലിയ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്രയോ പ്രതിസന്ധികൾ, എത്രയോ പ്രതിബന്ധങ്ങൾ എല്ലാം മറികടന്നുകൊണ്ട് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നു. ആദ്യ കപ്പൽ വരികയാണ്. അത് ലോകത്തെ രണ്ടാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെർസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന 300 മീറ്റർ നീളമുള്ള ഒരു കൂറ്റൻ കപ്പൽ നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വരുന്നു. ഇപ്പോൾ പുറം കടലിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുറമുഖത്തിന്റെ ഔട്ടറിലേക്ക് എപ്പോഴെത്തും, എപ്പോഴാണ് ബെർത്തിങ്? നാളെയാണല്ലോ ഔദ്യോഗിക സ്വീകരണം. മനു, ചൈനയിൽ നിന്ന് പുറപ്പെട്ട സാൻ ഫെർണാണ്ടോ എന്തായാലും ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രദേശങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ശ്രീലങ്കയൊക്കെ പിന്നിട്ട് കഴിഞ്ഞു നേരത്തെ തന്നെ. അതിനുശേഷമാണ് അല്പം സ്പീഡൊക്കെ കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ കപ്പലിങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ ദൃശ്യങ്ങളിൽ ഇതുവഴിയാണ് കപ്പൽ ഇങ്ങോട്ട് എത്താൻ പോകുന്നത്. ഏകദേശം അല്പസമയത്തിനകം തന്നെ ഈ നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗത്തേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 3000-ഓളം കണ്ടെയ്നറുകളുമായിട്ടാണ് ഈ സാൻ ഫെർണാണ്ടോ, ഈ ആദ്യ മദർഷിപ്പ്, ചരക്ക് വഹിച്ചുകൊണ്ടുള്ള ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് എത്താൻ പോകുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് കൂടി, അതാണ് ആ സിഗ്നൽ വഴിയാണ് ഈ കപ്പൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് അടുത്തേക്ക് എത്തുക. നാളെ രാവിലെയാണ് മുഖ്യമന്ത്രി വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ സ്വീകരിക്കുക. തുടർന്ന് ആദ്യ ട്രയൽ റണ്ണും നടക്കും. എന്തായാലും 4 ഡക്കുകൾ ചേർന്നാണ് കപ്പലിനെ സ്വീകരിക്കുക. നമ്മൾ നേരത്തെയൊക്കെ വായിച്ചും പറഞ്ഞുമൊക്കെ അറിഞ്ഞതുപോലെ ഈ 4 ഡക്കുകൾ ചേർന്ന് ഈ കപ്പലിനടുത്തേക്ക് എത്തി ആ കപ്പലിനെ ആ ഡക്കുകളുടെ നിയന്ത്രണത്തിലേക്ക് മാറ്റിയ ശേഷമായിരിക്കും ഈ തുറമുഖത്തിൻ്റെ ഭാഗത്തേക്ക് സ്വീകരിക്കുക. എന്തായാലും കേരളത്തിൻ്റെ ഒരു വലിയ വികസന കുതിച്ചുചാട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു, അതിൻ്റെ സാക്ഷാത്കരണത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആഴിമല ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ്. ആ ക്ഷേത്രം തന്നെ വലിയ തരത്തിലുള്ള സ്വീകരണ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ചെണ്ടമേളങ്ങളും ഒപ്പം തന്നെ കരിമരുന്ന് പ്രയോഗവും ഒക്കെ നടത്തിയാകും കപ്പലിനെ സ്വീകരിക്കുക. ഒപ്പം തന്നെ കലക്ടറുടെയും വിഴിഞ്ഞം തുറമുഖ അധികൃതരുടെയും ഒക്കെ നേതൃത്വത്തിലും സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ ഒരു വികസന ചരിത്രത്തിലേക്കുള്ള ഒരു നാഴികക്കല്ലായി മാറും അന്താരാഷ്ട്ര തുറമുഖം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏറെക്കാലത്തെ കാത്തിരിപ്പ്, ഏറെക്കാലത്തെ പ്രതീക്ഷകൾ എല്ലാം സാക്ഷാത്കരിക്കുന്ന നിമിഷത്തിനായി നാട്ടുകാരും കേരളീയരും ഒപ്പം തന്നെ ലോകവും കാത്തിരിക്കുകയാണ്. ഏറ്റവും അടുത്ത്, അതായത് അന്താരാഷ്ട്ര കപ്പൽച്ചാലിന് 20 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരത്ത് ഉള്ള ഒരു തുറമുഖം, അന്താരാഷ്ട്ര തുറമുഖം എന്നത് തന്നെയാണ് വിഴിഞ്ഞത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഏത് വലിയ കപ്പലുകൾക്കും അടുക്കാൻ കഴിയുന്ന രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്നുള്ളതും കൂടുതൽ കണ്ടെയ്നറുകളും അതുപോലെ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഈ കണ്ടെയ്നറുകൾ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്താനും കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറാൻ പോകുന്നു. ഇപ്പോൾ ഈ ക്ഷേത്ര അധികൃതർ അതിനെ സ്വീകരിക്കാനായി ചെണ്ടമേളങ്ങൾ ഒക്കെ ഒരുക്കി ഇവിടെ ആദ്യഘട്ട സ്വാഗത പരിപാടികൾ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചെണ്ടമേളം ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീലങ്കൻ കടൽ തീരം പിന്നിട്ടതോടുകൂടി ശ്രീലങ്കൻ കടൽ പിന്നിട്ടതോടുകൂടി ഈ ഇതിൻ്റെ വേഗത അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം
15 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ കപ്പൽ ഇങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഏകദേശം നമുക്ക് ഈ കപ്പലിന്റെ ആദ്യ ദൃശ്യങ്ങൾ ഒക്കെ നൽകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പരിസരത്ത് നമുക്ക് വിഷ്വൽ എടുക്കാൻ അനുവാദമില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ നിന്നായിരിക്കും ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുക. എന്തായാലും വലിയ ആവേശത്തിലാണ് ഈ പ്രദേശവാസികളും ഒപ്പം കേരളവും ഒക്കെ തന്നെയുള്ളത്. രാവിലെ മുതൽ മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ളവർ അന്താരാഷ്ട്ര തുറമുഖത്തിൽ എത്തി ഇതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ ഒക്കെ വിലയിരുത്തും. ഒപ്പം തന്നെ ഈ തുറമുഖ അധികൃതരും അതിലുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ കപ്പൽ എത്താൻ കഴിയും. ഒരു കപ്പലിന്റെ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ കാത്തിരിക്കുന്ന നമ്മൾ വിഴിഞ്ഞത്തേക്ക് വരുന്ന സ്വപ്നവണ്ടി ആയിരിക്കുമോ അത്? അങ്ങകലെ പൊട്ടുപോലെയാണ് മനു. അങ്ങനെ ഒരു സംശയത്തിൽ തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത്. ഒരു പൊട്ടുപോലെ കാണാൻ കഴിയുന്ന കപ്പലാണോ അത് എന്ന ഒരു സംശയം നമുക്കുണ്ട്. ക്യാമറയിലൂടെ മാത്രമേ അതിൻ്റെ ഒരു ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നുള്ളൂ. ഒരു മഞ്ഞു മൂടിയ നിലയിലാണ് കാണാൻ കഴിയുന്നത്. അത് തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. എന്തായാലും ആ വഴിയിലൂടെ തന്നെയാണ് കപ്പൽച്ചാൽ എന്ന് പറയുന്നത്. അതുവഴിയാണ് എത്തുക. അതിന് തൊട്ടിപ്പുറത്തൊക്കെ ആയി കാണുന്ന ഓരോ ഈ സിഗ്നലുകളുണ്ട്. ആ സിഗ്നൽ വഴി കടന്നായിരിക്കും ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് അടുത്തേക്ക് കപ്പലെത്തുക. നാളെ രാവിലെയാണ് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തോട് തൊട്ട് ചേർന്ന അടുത്തേക്ക് അതിനെ ഈ ഡക്കുകൾ ചേർന്ന് എത്തിക്കുക. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് എത്തിയാണ് 4 ഡക്കുകൾ കപ്പലിനെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കി അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തൊട്ടടുത്തേക്ക് എത്തിക്കുന്നത്. അതിനുശേഷമായിരിക്കും വാട്ടർ സല്യൂട്ട് ഉൾപ്പെടെ നൽകി മുഖ്യമന്ത്രി തന്നെ ഈ ആദ്യ മദർഷിപ്പിനെ ആദ്യ ചരക്ക് വഹിച്ചുകൊണ്ടുള്ള ആദ്യ കപ്പലിനെ മുഖ്യമന്ത്രി സ്വീകരിക്കുക. എന്തായാലും 3000-ഓളം കണ്ടെയ്നറുകളാണ്, അതിൽ 1500 കണ്ടെയ്നറുകളാണ് അന്താരാഷ്ട്ര തുറമുഖത്ത് ഇറക്കുക. അതിനുശേഷം ചെറിയ കപ്പലുകൾ എത്തി അതിനെ മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ആഘോഷ പരിപാടികൾ എന്തായാലും ആരംഭിച്ചിരിക്കുന്നു. വലിയ ആവേശത്തിലാണ് പ്രദേശവാസികൾ. രാവിലെ തന്നെ ഈ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ ആളുകൾ, ഒപ്പം തന്നെ മറ്റ് പ്രദേശവാസികൾ എല്ലാം ഇവിടെ കപ്പലിന്റെ ആദ്യ വരവ് കാത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ ആഘോഷത്തിലേക്കാണ് വിഴിഞ്ഞം മാറാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു, ആ ആവേശത്തിനൊപ്പം പൂർണ്ണമായും നമ്മളും ഉണ്ടാകും എന്നും പ്രേക്ഷകർക്ക് നമുക്ക് ഉറപ്പ് നൽകാൻ കഴിയും. കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊൻതൂവലായി മാറാൻ പോകുന്ന, കേരളത്തിന്റെ വികസന കുതിച്ചുചാട്ടത്തിൽ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായി മാറാൻ പോകുന്ന അന്താരാഷ്ട്ര തുറമുഖം അല്പസമയത്തിനകം ഈ ആദ്യ കപ്പൽ അടുക്കുന്നതോടുകൂടി അതിന്റെ ആഘോഷത്തിന്റെ പാരമ്യത്തിലേക്ക് നാട്ടുകാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കേരളവും എത്തും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വരും തീർച്ചയായും വിജിൻ, ആ കപ്പൽ നിറയെ നമ്മുടെ വികസന സ്വപ്നങ്ങളാണ്. ആ രീതിയിൽ നമുക്കതിനെ കാണാം. നോക്കൂ, ആ നീലക്കടൽ പോലെ വികസനത്തെ കൊതിക്കുന്ന മനസ്സാണ് കേരളത്തിൻ്റെത്. അതിൽ തിരമാലകൾ അടിക്കുന്നത് പോലെ എത്രയോ പ്രതിബന്ധങ്ങൾ ഇങ്ങനെ ആഞ്ഞടിച്ചു വന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇതാ ആ തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ കൊടുക്കാൻ പിണറായി വിജയൻ സർക്കാരിന് എത്ര മാർക്ക് വിജിൻ? പ്രേക്ഷകരോടും എത്ര മാർക്ക്? 100-ൽ 100 ആണോ? മനു, തീർച്ചയായും പ്രതിബന്ധം എന്ന് പറയുന്നത് വലിയ പ്രതിബന്ധം തന്നെയായിരുന്നു. കാരണം രാജ്യാന്തര തലത്തിൽ ഉൾപ്പെടെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാതിരിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടായി. ചൈന ഉൾപ്പെടെയുള്ളവർ അതിൽ ഇടപെട്ടു എന്നുള്ള വാർത്തകളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെ ഉയരുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം പലതരത്തിലും ഈ പാറകൾ ലഭ്യമാകാനുള്ള പ്രതിസന്ധി, മറ്റ് പ്രതിസന്ധികൾ, നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സമരം, അത് ഒത്തുതീർപ്പാക്കൽ ഒക്കെ നടത്തിയതിനു ശേഷം ഒരു എല്ലാ തരത്തിലുള്ള ഇടപെടലും നടത്തി പിണറായി വിജയൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ മറ്റൊരു ഭാഗമായി മാറുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. എന്തായാലും ആ സാക്ഷാത്കരണത്തിനായി ഇപ്പോൾ ഈ സമരം ചെയ്ത ആളുകൾ ഉൾപ്പെടെ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാരെ, പ്രദേശവാസികളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു വികസന നടത്തിപ്പാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാരുടെ കൂടി പിന്തുണ ലഭിക്കുകയും ചെയ്തത്. എന്തായാലും ആ നാട്ടുകാർ ഉൾപ്പെടെ പ്രദേശവാസികൾ ഉൾപ്പെടെ ഉള്ളവർ വലിയ ആവേശത്തിലേക്ക് കടക്കുന്നു. അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ പോകുമ്പോൾ അവർക്ക് കൂടി ജോലി ഉറപ്പാക്കി അനുബന്ധ മേഖലകളിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് റോഡുകളുടെയും അതുപോലെ തന്നെ ഈ റെയിൽവേയുടെയും ഒക്കെ കണക്ടിവിറ്റി കൂടി ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു വികസനമാണ് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അനുബന്ധമായി വലിയ വികസന കുതിച്ചുചാട്ടത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം
യാഥാർത്ഥ്യമാകുമ്പോൾ കേരളം കടക്കും. കണക്ടിവിറ്റി റെയിൽവേയുടെ അതിന്റെ ഉള്ള DPR നേരത്തെ തന്നെ സമർപ്പിച്ചു. കൊങ്കണാണ് ഈ റെയിൽവേ പാത നിർമ്മിക്കുന്നത്. അത് നമ്മൾ കാത്തിരിക്കുന്ന ദൃശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങകലെ നീലക്കടലിൽ ഒരു ഓറഞ്ച് കളറിൽ നമ്മുടെ സ്വപ്നങ്ങളുമായി ഇതാ വരികയാണ് സാൻ ഫെർണാണ്ടോ. ഞാൻ വിചാരിക്കുന്നു അത് തന്നെ ആയിരിക്കും നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ സ്വപ്ന കപ്പൽ. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രേക്ഷകരെ നടുക്കടലിൽ അങ്ങകലെ നോക്കൂ, ഒരു ഓറഞ്ച് കളറിൽ ഒരു വലിയ ചരക്ക് കപ്പൽ, 300 മീറ്ററിലധികം നീളം, 50 മീറ്ററിലധികം വീതി, അത്തരത്തിൽ 2000-ഓളം കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷിപ്പിംഗ് കമ്പനിയായ മെർസ്കിന്റെ കപ്പലാണിത്. ഡെൻമാർക്കിൽ നിന്നുള്ള സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ, അത് ചൈനയിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത്. ഇവിടെ വിഴിഞ്ഞത്തെത്തി തുറമുഖത്ത് ചരക്കുകൾ ഇറക്കിയതിനു ശേഷം അത് കൊളംബോയിലേക്ക് മടങ്ങിപ്പോകും. നേരത്തെ ഈ കപ്പൽ കൊളംബോയിലൊക്കെ വരികയുണ്ടായിരുന്നുള്ളൂ, ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ലായിരുന്നു. കാരണം അതിനുള്ള തുറമുഖം ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്നതാണ് വസ്തുത. പക്ഷേ ഇപ്പോഴിതാ നമ്മുടെ വിഴിഞ്ഞത്തേക്ക് ലോകത്തിലെ ഏത് വലിയ കപ്പലിനും, ഇന്ന് കടലിലോടുന്ന ഏത് കപ്പലിനും അടുക്കാൻ കഴിയുന്ന വലിയ തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും വഹിച്ചുകൊണ്ട് ആ വലിയ കപ്പൽ വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് സാൻ ഫെർണാണ്ടോ ആണ് എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അത് മാത്രമേ ഇപ്പോൾ മാർഗമുള്ളൂ. കാരണം അതാണോ എന്ന് ഉറപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ല. പക്ഷേ അത് സാൻ ഫെർണാണ്ടോയാണെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിക്കൊണ്ട് വിഴിഞ്ഞത്തിന്റെ ആകാശത്തിലേക്ക്, വികസനത്തിന്റെ ആകാശത്തിലേക്ക് ഇതാ സാൻ ഫെർണാണ്ടോ കടന്നു വരുന്നു. വിജിൻ, അതൊരു ഒന്നൊന്നര വരവാണ്. തീർച്ചയായും ഡെൻമാർക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ ഓറഞ്ച് കളർ നമുക്ക് ഈ സാൻ ഫെർണാണ്ടോ ആണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരിക്കാം എന്നാണ് തോന്നുന്നത്. പക്ഷേ അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ കൂടി അതിനുള്ള സാധ്യതയാണ് തെളിയുന്നത്. എന്തായാലും വിഴിഞ്ഞം ആവേശത്തിന്റെ അങ്ങേ അറ്റത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും ആവേശത്തിൽ കേരളവും മാറിയിരിക്കുന്നു. ആദ്യ ചരക്ക് കപ്പലിനെ സ്വീകരിക്കാൻ ജനങ്ങളും സംസ്ഥാന സർക്കാരും ഒപ്പം രാജ്യവും ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് പോലും നങ്കൂരമിടാൻ കഴിയുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യ ഘട്ടം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആവേശം നൽകുന്ന കാര്യം. അതിന്റെ ആവേശത്തിലാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും 20 നോട്ടിക്കൽ മൈൽ മാത്രം തുറമുഖത്തിൽ നിന്ന് അകലമുള്ള അന്താരാഷ്ട്ര തുറമുഖം, അത് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും വലിയ കപ്പലുകൾക്ക് പോലും നങ്കൂരമിടാനും കണ്ടെയ്നറുകളുമായി ഇവിടത്തേക്ക് എത്താനും കഴിയുന്ന ആദ്യത്തെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം മാറാൻ പോകുന്നു. അതിന്റെ ആദ്യഘട്ട കമ്മീഷനിങ് ഏകദേശം സെപ്റ്റംബർ മാസത്തോടെ നടത്താൻ കഴിയും, ഓണത്തിന് മുമ്പ് തന്നെ നടത്താൻ കഴിയും എന്നാണ് മന്ത്രി VN വാസവൻ ഉൾപ്പെടെ പ്രതീക്ഷ പങ്കുവച്ചത്. എന്തായാലും ആദ്യത്തെ ട്രയൽ റണ്ണിന് ഒരുങ്ങിക്കഴിഞ്ഞു വിഴിഞ്ഞം. ആദ്യത്തെ കപ്പലിനെ വാട്ടർ സല്യൂട്ട് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സ്വീകരിക്കും. കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ കേരളത്തിന്റെ ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയ വിജയമായി കേരളത്തിന്റെ വികസനത്തിൽ സർവ്വമേഖലകളിലും കുതിച്ചുചാട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വലിയ വികസന കുതിച്ചുചാട്ടത്തിലേക്ക് കടക്കാൻ കഴിയുന്ന കേരളത്തിന്റെ അഭിമാന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനു ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. തീർച്ചയായും ആ കപ്പലിൽ നിന്ന് 2000-ഓളം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം എന്നതാണ്. ഏറ്റവും ആധുനികമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ട്രെയിനുകൾ അതുപയോഗിച്ചിറക്കുന്നു. അവിടെ നിന്ന് ട്രാൻസ്ഷിപ്പ് വെസലിലേക്ക് കയറ്റി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് നൽകുന്നൊരു പ്രാധാന്യം വിജിൻ നമ്മൾ ചിന്തിക്കണം. കാരണം ഈ പണമെല്ലാം, ഈ നികുതി പണമെല്ലാം വിദേശത്തെ തുറമുഖങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഇത്രയും കാലം. കാരണം കൊളംബോയിലാണ് പ്രധാനമായും ഈ മദർഷിപ്പുകൾ അടുക്കുകയും പിന്നീട് നമ്മൾ പോയി അവിടുന്ന് ചരക്കെടുത്ത് രാജ്യത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നത്. ഇനി കൊളംബോയ്ക്ക് ഒന്നും പോകണ്ട, തിരുവനന്തപുരത്തേക്ക് വന്നാൽ മതി, ലോകത്തെ ഏത് കപ്പലിനും ഇവിടെ വരാം എന്ന് പറയുമ്പോൾ മലയാളിക്ക് ഉണ്ടാകുന്ന ഒരു അഭിമാനം. അതിനപ്പുറം രാജ്യത്തിന്റെ ചരക്ക് ഗതാഗത മേഖലയിലേക്ക് കേരളം നൽകാൻ പോകുന്ന സംഭാവന, തൊഴിലവസരങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ്, വിഴിഞ്ഞം തുറന്നിടുന്ന സാധ്യതകൾ വിജിന്റെ പുറകിൽ കാണുന്ന നീലക്കടൽ പോലെ അനന്തവും വിശാലവുമാണ്. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നാണ് ഈ കേരളത്തിലേക്ക്, രാജ്യത്തിലേക്കും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെയുള്ള കപ്പലുകൾ, കണ്ടെയ്നറുകൾ ഒക്കെ കൊണ്ടുപോകാൻ പോകുന്നത്. വ്യവസായ കുതിച്ചുചാട്ടത്തിൽ ഒരു പൊൻതൂവലായി മാറും. ഒരു വിദേശ വനിത ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്ത് നൃത്തം വെക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും ഈ ആഘോഷ പരിപാടികളിൽ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. ആവേശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു വിഴിഞ്ഞത്ത് എന്നുള്ളതാണ്. ഈ ആടിമല ക്ഷേത്രത്തിന്റെ തൊട്ടു താഴെയായി ദൃശ്യങ്ങളിലും ഒപ്പം തന്നെ ആളുകളുടെ ആഘോഷ പരിപാടികളും കാണാം. ഒപ്പം തന്നെ ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഡെൻമാർക്ക് ആസ്ഥാനമായ കമ്പനിയുടെ സാൻ ഫെർണാണ്ടോ കപ്പൽ
സ്വീകരിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആവേശം നൽകുന്ന കാര്യം മനു. അത് തന്നെയാണ്, ആ ആഘോഷമാണ് ഇവിടെ പൂർണ്ണമായും സജ്ജമായിരിക്കുന്ന ആഘോഷത്തിലാണ് നാട്ടുകാരും അതുപോലെ തന്നെ പ്രദേശവാസികളും എല്ലാം ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയുണ്ട്, ഏത് തരത്തിലുള്ള ആവേശത്തിലാണ് നിങ്ങൾ ഈ ആദ്യമായി മതം പോകുന്നത്? ജനങ്ങളുടെ ഈ ശിവക്ഷേത്ര സന്നിധിയിൽ ലോകം കണ്ട ഒരു ആഘോഷമാണ് ഇപ്പം നടക്കുന്നത്. ഇത് നമ്മൾ നൂറ്റാണ്ടുകളോളം പ്രതീക്ഷിച്ച ഒരു പദ്ധതി പ്രദേശത്ത് നടക്കുന്ന ആദ്യത്തെ വിദേശ വനിതയുടെ അവരെ ആഘോഷം സന്തോഷം കാണുമ്പോൾ തന്നെയാണ് നമുക്ക് വിലമതിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം. മനു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആദ്യ ഡക്ക് പുറപ്പെട്ടിരിക്കുന്നു കപ്പലിനെ സ്വീകരിക്കാൻ. അതാണ് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. 4 ഡക്കുകളാണ് കപ്പലിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക. ആദ്യ ഡക്ക് പുറപ്പെടുന്നു ദൃശ്യങ്ങൾ കാണാം. ഇതാ കൺതുറന്ന് കാണൂ, സാൻ ഫെർണാണ്ടോയെ സ്വീകരിക്കാനായി ആദ്യ ടഗ് പുറപ്പെടുകയാണ്. ഈ ടഗ് പോയിട്ടാണ് തുറമുഖത്തേക്ക് കപ്പലിനെ അടുപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുന്നത്. കൺതുറന്ന് കാണാം, കേരളം ലോകത്തിന് മുന്നിൽ മിഴി തുറക്കുകയാണ്. വിഴിഞ്ഞത്തേക്ക് ഇതാ സാൻ ഫെർണാണ്ടോ എന്ന മെർസ്കിന്റെ കൂറ്റൻ കപ്പൽ എത്തിക്കൊണ്ടിരിക്കുന്നു, പുറംകടലിലെത്തിയിരിക്കുന്നു. നമ്മൾ അല്പസമയം മുമ്പ് ദൃശ്യങ്ങൾ കണ്ടു. അതിനെ സ്വീകരിക്കാനായി ടഗ് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന്, കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് അങ്ങോട്ടേക്ക് പുറപ്പെടുന്ന ഏറ്റവും മനോഹരമായ വികസന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. പറഞ്ഞത് നടപ്പാക്കി തരുന്ന ഒരു സർക്കാർ ഇവിടെയുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് പിണറായി വിജയൻ സർക്കാർ. ഇതാ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ അത് കേരളത്തിന്റെ അഭിമാനമാണ്, കേരളത്തിന്റെ ഏറ്റവും വലിയ ആവേശമാണ്. നമ്മുടെ വികസന സ്വപ്നങ്ങളിൽ ഇനി തെളിയാൻ പോകുന്നത് പുതിയ വെളിച്ചവും പുതിയ പ്രകാശവും ഒക്കെയാണ്. കാരണം വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ എത്രയെത്ര തൊഴിലവസരങ്ങൾ, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സുകൾ ആകെ മൊത്തം ദക്ഷിണേന്ത്യയിലേക്കും അതിനപ്പുറം ഇന്ത്യയുടെ മൊത്തം കടൽ ചരക്ക് മേഖലയിലേക്കും കേരളം നൽകാൻ പോകുന്ന സംഭാവന, അങ്ങനെ അനന്തമാണ് സാധ്യതകൾ. ആദ്യ ടഗ് പുറപ്പെടുന്നു സാൻ ഫെർണാണ്ടോയെ സ്വീകരിക്കാനായി. അതിന്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ തത്സമയം വിഴിഞ്ഞത്ത് നിന്ന് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ഓരോ നിമിഷവും അഭിമാനത്തിന്റെയും ആവേശത്തിൻ്റെതുമാണ്. കാരണം എത്രയോ വർഷങ്ങളായി നമ്മൾ സ്വപ്നം കണ്ടു, എത്രയോ പ്രതിബന്ധങ്ങളുണ്ടായി. കടലിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ പോലെ പ്രതിബന്ധങ്ങൾ വന്നു. പക്ഷേ ആ കപ്പൽ വരുന്നത് പോലെ അതിനെയെല്ലാം മുറിച്ചു കടന്നുകൊണ്ട് ഈ സർക്കാർ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച ഇന്ന് നമ്മൾ വിഴിഞ്ഞത്ത് നിന്ന് കാണുന്നു. നാളെ ഔദ്യോഗികമായി സ്വീകരണം കൊടുക്കുമ്പോൾ രാജ്യത്തിന്റെ തുറമുഖത്തിന്റെ പതിപ്പുകളിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും പേരെഴുതി ചേർക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ തന്നെ 10ാം സ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖം. അതിന്റെ 1, 2, 3 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ 3ാം സ്ഥാനത്തേക്കെത്തും രാജ്യത്തെ തുറമുഖങ്ങളിൽ വിഴിഞ്ഞം. പക്ഷേ വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്ന് ലോകത്ത് സർവീസ് നടത്തുന്ന ഏത് കപ്പലിനും അനായാസം അടുക്കാൻ കഴിയുന്ന പ്രകൃതിദത്തമായ തുറമുഖം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവിടെയാണ് നമ്മൾ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. കൊളംബോയിലും ദുബായിലും ഷാങ്ഹായിലും ഒക്കെ കണ്ടിരുന്ന അതേ വലിയ പ്രത്യേകതകൾ നമ്മുടെ വിഴിഞ്ഞത്തിനുമുണ്ട്. അന്താരാഷ്ട്ര തുറമുഖ പട്ടികയിലേക്ക് വിഴിഞ്ഞം പേരെഴുതി ചേർക്കുമ്പോൾ അഭിമാനിക്കാം, സന്തോഷിക്കാം, ആവേശത്തോടെ സ്വീകരിക്കാം ഓരോ മലയാളിക്കും. കേരളം ഇതാ, വിഴിഞ്ഞം ഇതാ ലോകത്തിന് മുന്നിൽ കൺതുറക്കുന്ന കാഴ്ച. ടഗ് പുറപ്പെടുകയാണ് സാൻ ഫെർണാണ്ടോയെ സ്വീകരിക്കാനായി.